ഹലോ ഫുഡീസ്, ഇന്ന് നമുക്കൊക്കെ ഒത്തിരി നൊസ്റ്റാൾജി ഉണ്ടാക്കുന്ന മറ്റൊരു മിഠായി റെസിപ്പിയുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് 25 പൈസ മാത്രം ഉണ്ടായിരുന്ന ഈ ഒരു മിഠായി ഇപ്പോഴും എൻ്റെ ഫേവറേറ്റ് ആണ്. ഇതിന് പല സ്ഥലങ്ങളിലും പല പേരുകളാണെങ്കിലും ഞങ്ങളുടെ നാട്ടിൽ പല്ലിമലൊട്ടി, കടിച്ചാപ്പർച്ചി എന്നൊക്കെയാണ് പറയുക. മറ്റു ചില സ്ഥലങ്ങളിൽ വീണ മിഠായി, ശർക്കര മിഠായി എന്നൊക്കെ പറയും. അപ്പോൾ ഈ മിഠായി എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു മിഠായി തയ്യാറാക്കാനായി ഒരു പാനിൽ ഞാൻ 4 പീസ് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ശർക്കര ഒന്ന് നന്നായിട്ട് അലിയിച്ചെടുക്കാം. ശർക്കര നന്നായിട്ട് അരിഞ്ഞു വന്നാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കുറുക്കിയെടുക്കാം. ഈ ഒരു ശർക്കര പാനിയിലോട്ട് ഇനി നമുക്കൊരു 1/4 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, ചേർത്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കൊരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു മിഠായി ഉണ്ടാക്കുമ്പോൾ ശർക്കരപ്പാനിയുടെ കൺസിസ്റ്റൻസിയാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടേണ്ടത്. ശർക്കരപ്പാനിയുടെ പരുവം കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും നമുക്കിത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. നമ്മൾ ഉണ്ടാക്കുന്ന ശർക്കരപ്പാനിയുടെ കൺസിസ്റ്റൻസി കൂടിപ്പോയാൽ നമ്മുടെ മിഠായി ഹാർഡായിട്ട് പോകും. ഇനി കുറഞ്ഞു പോയാലും നമുക്കിത് ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റത്തുമില്ല. അതുകൊണ്ട് ശർക്കരപ്പാനിയുടെ പരുവം എത്തിയോ എന്ന് നോക്കാനായിട്ട് ഒരു സ്പൂണിൽ കുറച്ചെടുത്തിട്ട് കുറച്ച് വെള്ളത്തിലോട്ട് ഇതുപോലെ ഒഴിച്ച് നോക്കി ഒന്ന് കൈ കൊണ്ട് ഉരുട്ടി നോക്കുക. അപ്പോൾ നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. അതായത് കുറച്ചുകൂടെ ഒന്നായിട്ട് കിട്ടാനുണ്ട്. അതുകൊണ്ട് ഞാൻ 1 മിനിറ്റ് കൂടെ ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഒരു മിനിറ്റിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്നുകൂടെ ചെയ്ത് നോക്കാം. തണുത്ത വെള്ളത്തിലോട്ട് ഒരു സ്പൂണ് കോരി ഒഴിച്ചിട്ട് കൈകൊണ്ട് റോൾ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. അതായത് നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് നല്ല ചൂടുണ്ടാവും, അതുകൊണ്ട് കൈ പൊള്ളാതെ സൂക്ഷിക്കണം. ഇനി ഇത് നമുക്ക് നെയ്യ് തടവിയ ഒരു സ്റ്റീൽ പാത്രത്തിലോട്ട് മാറ്റാം. വാഴയില ഉണ്ടെങ്കിൽ അതാണ് കൂടുതൽ നല്ലത്. വാഴയിലയിൽ ഒരല്പം നെയ്യ് പുരട്ടിയ ശേഷം അതിലോട്ട് മാറ്റുന്നതായിരിക്കും നല്ലത്. എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ സ്റ്റീൽ പാത്രത്തിലോട്ട് മാറ്റുന്നത്. ഇച്ചിരി ചൂടാറിയാൽ സ്പൂൺ കൊണ്ട് കോരിയെടുത്ത് ഇതുപോലെ ഉരുട്ടിയെടുക്കുക. ഒരുപാട് അങ്ങ് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യരുത്, പിന്നെ ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന് കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന ഒരു പാകമായി കഴിഞ്ഞാൽ സ്പൂണ് കൊണ്ട് കോരിയെടുത്തിട്ട് ഇതുപോലെ ഉരുട്ടിയിട്ട് എണ്ണ തടവിയ മറ്റൊരു പാത്രത്തിൽ ഇങ്ങനെ ഉരുട്ടി ബോളാക്കി വെക്കാം. ചെറിയൊരു ചൂടോടെ തന്നെ ഞാനിതെല്ലാം ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ക്യാൻഡി റാപ്പറിൽ വെച്ചിട്ടൊന്ന് റാപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഓരോ മിഠായും ഇതുപോലൊരു ക്യാൻഡി റാപ്പറിലോട്ട് വെച്ചിട്ട് 2 സൈഡും പിരിച്ചെടുക്കാം. ഈ ഒരു മിഠായി ഒരു ബോട്ടിലിൽ ഇട്ട് വെച്ചാൽ എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതെ ഇരിക്കും. ഈ ഒരു മിഠായി കണ്ടിട്ട് പോലും ഇല്ലാത്ത നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. അവർക്കൊക്കെ ഇത് നല്ല പോലെ ഇഷ്ടാവും. ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതും നൊസ്റ്റാൾജി ഉണർത്തുന്നതുമായ ഒരു മിഠായി തന്നെയായിരിക്കും ഇത്. ഈ റെസിപ്പി എല്ലാവരും സെർച്ച് ചെയ്യുന്നതുമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇതൊരു ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു റെസിപ്പികളുമായിട്ട് കാണാം. താങ്ക് യു.